പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല. ശരിക്കും നമ്മളൊരു അധ്യാപികയുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്ന് പറയുന്നത് സ്കൂളിലെ കുട്ടികളും അവരുടെ കോർപ്പറേറ്റൊക്കെ ആയിട്ടുള്ള ഒരു സമയമാണ്. 2018 വരെ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ അനുഭവങ്ങൾ കിട്ടി. അതിനുശേഷം ഇങ്ങോട്ട് 25 എന്ന് പറഞ്ഞാൽ ഇത്രയും നാളാണ് സത്യം പറഞ്ഞാൽ ഒരു നല്ല അനുഭവം ഉണ്ടായിട്ടില്ല. അതിന് കാരണം കൊറോണയാണെന്ന് പറയാം, പിള്ളേരുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റമാണെന്ന് പറയാം, എന്തൊക്കെയോ ആണ്. അപ്പോൾ ഞാൻ ആ വ്യത്യാസം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയാം. ഞാൻ സ്കൗട്ടിൻ്റെ ചാർജ് ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്കൗട്ടിൽ എന്ന് വെച്ചാൽ പിള്ളേരുമായിട്ട് കൂടുതൽ നമ്മളൊന്നുകൂടെ അടുത്ത് സംസാരിക്കണം. ഇവർ റിസൾട്ടൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊരു അക്ഷരം പോലും പറയാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ ജോലി എന്നൊക്കെ കണക്കാക്കി അവർ വാങ്ങിച്ചുകൊണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സരിത ടീച്ചർ പറയും, ടീച്ചർ എന്തിനാ അതിനെക്കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്ക് അവർ നന്നാക്കണം എന്നാണ്. കാരണം വെച്ചാൽ അങ്ങനെയല്ല, ടീച്ചർക്ക് പറഞ്ഞിട്ട് പോകും, അങ്ങനെ ടീച്ചറോട് താങ്ക്സ് പറയുക, അങ്ങനെയൊക്കെ പറയണമെന്ന് പറയിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ സരിത പറയണത്, അപ്പം ഞാൻ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ടീച്ചേഴ്സ് തമ്മിലുള്ള ചെറുപ്പവും പ്രായത്തിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, അതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ഈ ക്ലാസ്സിൽ ഞാൻ എപ്പോൾ ഈ ക്ലാസ്സിൽ എല്ലാ കൊല്ലം ക്ലാസ്സിൽ ആരെങ്കിലും പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്നറിയാമോ, ഈ ക്ലാസ്സിൽ ഞാൻ തലകറങ്ങി വീണില്ലേ, ആ സംഭവമാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, ആ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ട് പേപ്പർ കൊടുത്തിട്ട് ഞാൻ പഠിപ്പിച്ചതാണോ, എനിക്കൊക്കെ സങ്കടമോ ഇപ്പോഴും എനിക്ക് ഇവിടെ നിന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിപ്പോഴും പഴയ റിട്ടയർഡായിട്ടുള്ള ടീച്ചർമാരുടെ ആഗ്രഹത്തിലേക്ക് വരുമ്പോഴും അത് ഓർക്കും. ഇപ്പോഴും എന്തിനാണ് ഓർമ്മ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അത്രയും വലിയ സംഭവമായിരുന്നു എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ തല കറങ്ങുന്നത് എന്റെ ചെറുതരൽ മുതലേ ഫീൽ ചെയ്തു. കാരണം 1-2 കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നു, 1, 2 ഈ മാർക്ക് കൊടുക്കാനല്ല അവർ പഠിപ്പിക്കുന്നത്. ഇന്നാണെങ്കിൽ എനിക്ക് യാതൊരു കുടുക്കവും ഇല്ല അതൊക്കെ കാണുമ്പോഴേ. പണ്ട് ഞാൻ തോറ്റ കുട്ടികളെ മാർക്ക് പറയാതെ ഇപ്പോഴും അങ്ങനെ എനിക്ക് വിഷമാണ്. പക്ഷെ പിള്ളേർക്ക് യാതൊരു വിഷമമില്ല, അവരതിങ്ങനെ പിടിച്ച് നടക്കണതാണ്. മറ്റേത് നമ്മുടെ ഇന്ത്യയിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ സ്വകാര്യം ചോദിക്കുന്നത് പിള്ളേർ ഇങ്ങോട്ട് ചോദിക്കുന്നതായിരുന്നു. എന്തായാലും ഇപ്പം ലിമേഷൊക്കെ വന്നപ്പോൾ ഞാൻ ഓർക്കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബി എം ടീച്ചറെ വിളിക്കുകയാണെങ്കിൽ ബി എം ടീച്ചറെ ഫസ്റ്റ് ബാച്ചിലെ ലിമേഷൊക്കെ ലിമേഷിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? നിങ്ങൾ